18ാമത് IPL മാമാങ്കത്തിന് കൊടിയേറി. ആദ്യ മത്സരത്തിൽ KKRനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയം സ്വന്തമാക്കി. വേൾഡ് കപ്പിൽ കോഹ്ലി കാണിച്ച അതേ ഫോം തന്നെയാണ് ആദ്യ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്രയും എനർജിയോടെ കളിക്കുന്ന കോഹ്ലി എന്തിന് ICC ടൂർണമെന്റിൽ നിന്നും 2020 ഫോർമാറ്റിൽ നിന്നും വിരമിച്ചു എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ക്യാപ്റ്റൻ രഹാനെയുടെ ബാറ്റിംഗ് മികവിൽ ആദ്യ 10 ഓവറുകൾ പിന്നിട്ടപ്പോൾ തന്നെ 100 റൺസ് കടന്നിരുന്നു. ഒരു മികച്ച ടോട്ടലിലേക്ക് പോകാമായിരുന്ന KKRനെ RCBയുടെ സ്പിൻ ബോളേഴ്സാണ് ഒതുക്കിക്കെട്ടിയത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ RCBയുടെ ഓപ്പണർമാരായ സോൾട്ടും വിരാട് കോഹ്ലിയും മികച്ച തുടക്കം തന്നെ അവർക്ക് നൽകി. അവരുടെ വിജയത്തിന് നട്ടിൽ തന്നെ ആ ഓപ്പണിംഗ് പാർട്ണർഷിപ്പായിരുന്നു. വിരാട് കോഹ്ലി ഈ ഫോമിൽ കളി തുടരുകയാണെങ്കിൽ RCBക്ക് വിജയ പ്രതീക്ഷകൾ ഏറെയാണ്. ഇന്നിനി നടക്കാൻ പോകുന്നത് 2 മത്സരങ്ങളാണ്. 4 മികച്ച ടീമുകളാണ് ഇന്ന് കളിക്കാനായി ഇറങ്ങുന്നത്. അതിൽ ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പായ സൺറൈസേഴ്സ് ഹൈദരാബാദും നമ്മുടെ സ്വന്തം സഞ്ജുവിന്റെ ടീമായ രാജസ്ഥാൻ റോയൽസുമാണ്. സഞ്ജുവിന് പകരം റിയാൻ പരാഗാണ് രാജസ്ഥാനെ നയിക്കുക എന്നതും ഈ കളിയുടെ പ്രത്യേകതയാണ്. ഇനി 2ാമത്തെ മത്സരത്തിനാണ് എല്ലാ IPL ആരാധകരും കാത്തിരിക്കുന്നത്. എല്ലാ വർഷവും എല്ലാവരും ഉറ്റുനോക്കാറുള്ള മുംബൈ ചെന്നൈ പോരാട്ടം. പാണ്ഡ്യ നയിക്കുന്ന മുംബൈയും പൃഥ്വിരാജ് നയിക്കുന്ന ചെന്നൈയും. ഈ 2 ടീമുകളുടെയും ശക്തി എന്തെന്നാൽ ഇന്ത്യൻ മുൻ ക്യാപ്റ്റന്മാരായ രോഹിത്തിന്റെയും മഹേന്ദ്ര സിംഗ് ധോണിയുടെയും തന്ത്രങ്ങൾ തന്നെയായിരിക്കും. ഇവർ പലപ്പോഴും ഏറ്റുമുട്ടിയപ്പോൾ ഏറ്റവും ഗംഭീരമായ മത്സരങ്ങളായിരുന്നു അരങ്ങേറിയത്. ഇന്ന് അതുപോലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ആര് വിജയിക്കും എന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും.